ഇതിൽ കെണിയാൻ പോകുന്നത് പിണറായി വിജയനോ വേണിയോ ആയിരിക്കില്ല, മറ്റു ചിലരായിരിക്കും. പിന്നെ ഇപ്പോഴുള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇത് ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതിയുടെ മുമ്പാകെ പെൻഡിംഗ് കിടക്കുന്ന ഒരു കേസായത്. ആ കേസിന്റെ ഉത്തരവ് വരുന്നതിന് മുമ്പാണ് ഇപ്പോൾ ഇത് കൊടുത്തിട്ടുള്ളത്. ഏത് കൊടുത്തിട്ടുള്ളത്? ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു കാര്യം പറഞ്ഞു, ഹൈക്കോടതിയുടെ മുമ്പാകെ ഇവരൊരു കാര്യം പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു ധൃതിയുമില്ല, ഹൈക്കോടതിയുടെ വിധിക്ക് ശേഷം മാത്രമേ ഞങ്ങൾ തുടർ നടപടികൾ എടുക്കൂ എന്ന് പറഞ്ഞു. അതിന് നേരെ ഘടകവിരുദ്ധമാണ് ഞാൻ പറഞ്ഞ, മനസ്സിലായോ? ഇപ്പം വന്നിട്ടുള്ള ഈ കാര്യം. ഇത് 2023 ജനുവരി മാസം 31-ാം തീയതിയാണ്. ഞാൻ ആ ദിവസം ഓർക്കാനൊരു പ്രത്യേക കാരണമുണ്ട്. അന്ന് രാവിലെയാണ് നമ്മുടെ PC ജോർജ് രാജിവെച്ച് BJPയിലേക്ക് പോകുന്നത്. അന്ന് തന്നെയാണ് ഇത് SFIOക്ക് വിടുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. ഇതേ സബ്ജക്റ്റ് മാറ്റർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ ഒരിക്കലും വന്നു. കമ്പനീസ് ആക്ട് 210-ഉം 212-ഉം പ്രകാരം കേസെടുക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെ PC ജോർജിന്റെ മകന്റെ, ഷോൺ ജോർജിന്റെ മകന്റെ അന്യായത്തിന്റെ ഉള്ളടക്കം ശ്രദ്ധിച്ചിട്ടുണ്ടാവുക. അന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു 210 ഞങ്ങൾ ഇൻവോക്ക് ചെയ്യും, കാരണം ഇതിന്റെ ഉള്ളടക്കത്തിലേക്ക് കടക്കേണ്ട യാതൊരു ആവശ്യം ഇപ്പം ഇല്ല. അതുകൊണ്ട് ഇത് SFIOന് വിടണം എന്ന 212 ഇൻവോക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് ഹൈക്കോടതിയിൽ നിൽക്കുന്ന സമയത്താണ് SFIOയുടെ മുമ്പാകെ പോകുന്നത്. അപ്പൊ ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പക്ഷെ ചാർജ് ഷീറ്റിൽ പറയുന്നത് ഒരു സേവനവും കൊടുക്കാതെയാണ് വീണ ഈ പണം കൈപ്പറ്റിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ എന്തിനാണ് വീണ അങ്ങനെ പണം കൈപ്പറ്റിയെന്നൊരു ചോദ്യം വരുന്നത്. അതെ, അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് 1,72,2 അല്ലേ? 186 കോടിൻ്റെ അകത്തുനിന്ന് 1,72,00,000 കഴിച്ചിട്ട് ബാക്കിയുള്ളതോ? ഓരോരുത്തരും മറുപടി പറയണം. അതെ, പറയണല്ലോ, ബാക്കിയുള്ള പറയണല്ലോ. യഥാർത്ഥത്തിൽ 1,72,00,000 ബന്ധപ്പെട്ടുകൊണ്ട് അഗ്രിവിടെ ആരാ? CMRL. CMRL അങ്ങനെ ഒരു കേസില്ലല്ലോ. CMRLന് ഏതെങ്കിലും കോടതിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും അധികാര സ്ഥാപനത്തിന്റെയോ മുമ്പിൽ ഞങ്ങളുടെ എഗ്രിമെന്റ് പ്രകാരം ഞങ്ങൾക്ക് കിട്ടേണ്ട സേവനം കിട്ടിയിട്ടില്ല എന്നൊരു പരാതി അവർക്കുണ്ടോ? ഏജൻസിയുടെ കണ്ടെത്തൽ നിൽക്കില്ല. ഏജൻസിയുടെ കണ്ടെത്തൽ നിൽക്കില്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പൊ നമ്മുടെ കാര്യത്തിന് ലിഫ്റ്റില്ല ഇവിടെ ഇല്ലേ? ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് എടുത്തിട്ടുണ്ട് അവർ. നിങ്ങൾ അവരോട് ചോദിച്ചാൽ മതി. അത് 1 കൊല്ലത്തേക്കോ അല്ലെങ്കിൽ 2 കൊല്ലത്തേക്കോ അല്ലെങ്കിൽ 5 കൊല്ലത്തേക്കോ ആയിരിക്കും. അതിനൊരു പ്രീമിയം ഉണ്ടാവും. അത് സർവീസ് ഉണ്ടായാലും ഇല്ലെങ്കിലും പൈസ കൊടുക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? ഇതിന് കാശ് ഇതിന് സേവനം അവർ കൊടുത്തിട്ടുണ്ട്. സേവനം കൊടുക്കാത്തൊരു പ്രശ്നമില്ല. കെ ബാലൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. ഈ കേസ് SFIO കെട്ടിച്ചമച്ചതാണ്, രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന തരത്തിലാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. PV എന്നത് പിണറായി വിജയനാണോ എന്നതിന് തെളിവില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പ്രതികരിക്കുകയായിരുന്നു.